കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ജയത്തോടെ നമ്മെ നടത്തുന്ന സർവശക്തന് വീണ്ടും നന്ദി പറയാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ആര് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയോ അവരുടെ മുഖത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഇന്നലകളിൽ നടത്തിയവൻ ഇന്നും നടത്തും, മേലാലും നടത്തും. അതുകൊണ്ട് ദൈവവചനം പറയുന്ന ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ മുൻപാകെ പകരുവിൻ. എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പാൻ നമ്മുടെ ഹൃദയം അവിടുത്തെ മുമ്പാകെ പകരാൻ നമുക്കിടയാവണം. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു. ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് 3-ാം സങ്കീർത്തനത്തിൽ ദാവീദിനെ നോക്കി പലരും പറഞ്ഞപ്പോൾ, ഇപ്പുറത്ത് 62-ൽ ദാവീദ് പറയുകയാണ്, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കല. ധൈര്യത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? ലോകവും കൂട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരുമൊക്കെ പറയട്ടെ, നിൻ്റെ രക്ഷപ്പെടത്തില്ല, ഇതിന്നൊരു മോചനമുണ്ടാവില്ല. തുറച്ചു നോക്കി നിൽക്കുന്ന അഭിപ്രായം പറയുന്ന ഒത്തിരി ആളുകളുണ്ടാവാം. അവരുടെ നടുവിൽ വിളിച്ചു പറയണം, എൻ്റെ രക്ഷ, എൻ്റെ മഹിമ, എൻ്റെ തല ഉയർത്തിപ്പിടിപ്പിക്കുന്നവൻ, എൻ്റെ അതിമഹത്തായ പ്രതിഫലം എൻ്റെ ദൈവമാണ്. പറയാൻ ധൈര്യമുള്ളവർ എല്ലാ ദിവസവും അത് പറയണം. ദാവീദ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. 31-ാം സങ്കീർത്തനം, എൻ്റെ കാലഗതികൾ ദൈവമേ നിൻ്റെ കയ്യിലായിരിക്കുന്നത്, മറ്റൊരു വ്യക്തിയുടെ കയ്യിലല്ല, ശത്രുശക്തികളുടെ കയ്യിലല്ല. എൻ്റെ കാലഗതികളെ തിരുത്തുവാൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്ന ദൈവം നമ്മുടെ ദൈവം മാത്രമാണ്. ചില പറയില്ലേ, ഇത് കാലക്കേടാണ്, ഗതികളല്ല. ഗതികളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. രാജാക്കന്മാരുടെ ഹൃദയത്തെ നിർത്തോട് കണക്കാക്കി ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. നമ്മൾ ചിന്തിക്കാത്ത വഴികളിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഇന്നു പകൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്തോ. സമുദ്രത്തിൽ, കൊടുങ്കാറ്റിൽ, മരുഭൂമിയിൽ വെളിപ്പെട്ടു വന്ന വഴി, ചുഴലിക്കാറ്റിലുള്ള വഴി ഇന്നു പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിനു പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല, വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല, പ്രാർത്ഥിക്കുന്നവൻ തകരുകയില്ല, അഭിഷേകമുള്ളവൻ പുറകോട്ട് പോകുകയില്ല. ദൈവത്താൽ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞേലും ചില മതിലുകൾ ആത്മാവിൽ ചാടിക്കടക്കും. ഒരു ശക്തിക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയാൻ ഇന്നും എനിക്ക് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും പുകഴുന്ന ആ ശ്രേഷ്ഠ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ കൂടാരങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ കാത്തിരിക്കൂ. അവരുടെ രക്ഷയ്ക്കായി കാത്തിരിക്കൂ. അവിടുത്തെ പ്രവൃത്തിക്കായി കാത്തിരിക്കൂ. തളർന്നു പോകരുത്. തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നമ്മൾ തളരരുത്. പ്രിയരെ, ശക്തിയോടെ മുൻപോട്ട് പോവുക. നിലവിളിക്കുന്ന ചോദിക്കുന്ന ശബ്ദത്തെ എന്തിനാണ് നിലവിളി? മുമ്പോട്ട് പോകുക.
മുൻപോട്ട് പോകില്ല. യെസ്, നിങ്ങൾക്ക് മുമ്പിൽ ഒരുവൻ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തകർക്കുന്നവൻ, തുറക്കുന്നവൻ, കീഴാക്കി തന്നവൻ, ബലം കൽപ്പിക്കുന്നവൻ, ധൈര്യം നൽകുന്നവൻ നമുക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. ആമേൻ പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ അഭിഷേകത്തോടെ സ്തോത്രം ചെയ്യൂ, ദൈവം മുമ്പാകെ സമർപ്പിക്കൂ. വളരെ സുപരിതമായ വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 24:15 വാക്യം. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം മറിയ ഉൾപ്പെടെയുള്ളവർ ചെന്ന ആ പുനരുത്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് പറഞ്ഞു. എന്നാൽ പലർക്കും അത് വെറും കഥ പോലെ തോന്നി. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്നു, കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു. സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോയ സമയത്ത്, അന്നു തന്നെ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. 7 നാഴിക ദൂരമുണ്ട്. ഇവർ നടന്നാണ് പോകുന്നത്. ഉള്ളിൽ ശങ്കയുണ്ട്, കൺഫ്യൂഷനുണ്ട്, എന്തായിത്തീരുമെന്നുള്ള ചഞ്ചലമുണ്ട്. പല ചോദ്യങ്ങൾ ഇവരുടെ അകത്തുണ്ട്. പുനരുത്ഥാനത്തെപ്പറ്റി ഒത്തിരി സങ്കടങ്ങളുണ്ട്. വേദനപ്പെട്ടും സങ്കടപ്പെട്ടുമാണ് ഇവർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്നത്. ചോദ്യങ്ങളുടെ നടുവിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ നടുവിൽ യാത്ര ചെയ്യുന്ന 2 ശിഷ്യന്മാർ. പറഞ്ഞല്ലോ, കൺഫ്യൂഷനുണ്ട്, ആർഗ്യുമെൻസുകളുണ്ട്, ചർച്ചകൾ ചെയ്യുന്ന വിഷയം, നമ്മുടെ ചിന്താ വിഷയം. ഇതിൻ്റെ നടുവിൽ വേദനിച്ചും ഉള്ളം കലങ്ങിയും ഉത്തരം കിട്ടാതെയും ഇവർ മുൻപോട്ട് പോകുകയാണ്. 7 മണിക്കൂർ യാത്രയുണ്ട്, നീണ്ട യാത്രയാണ്. ഇനി നമ്മുടെ ഭാഗമൊന്ന് ശ്രദ്ധിക്കൂ. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ ഇതിൻ്റെ ആത്മീയ വെളിപ്പാട് പറയാം. ചില വിഷയങ്ങളുടെ മുൻപാകെ തർക്കിച്ചും വേദനിച്ചും സങ്കടപ്പെട്ടും ഉത്തരം കിട്ടാതെ അകത്ത് ചഞ്ചലമുണ്ടാകുമ്പോൾ, കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്ത് ചെയ്യണം, എന്താണിതിന് മറുപടി, ഇതെന്തായിത്തീരും, അകത്തളങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന ചിലരെ, ആരാധിക്കുന്ന ചിലരെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, അതിൻ്റെ നടുവിൽ നിങ്ങളോട് ചേർന്ന് നടക്കുന്ന ഒരുവനുണ്ട്. തെളിയിച്ചു തരാൻ, കൺഫർമേഷൻ തരാൻ, ക്ലിയറൻസ് നൽകാൻ, ചഞ്ചലിക്കുന്ന വിഷയത്തിന് സന്തോഷത്തോടെ എമ്മൗസിൽ നിന്ന് തിരിച്ചു പുറപ്പെടാൻ, ചില തെളിവ് സഹിതം വിടുതൽ ഇതാ നിങ്ങളുടെ കൂടാരത്തിനകത്ത് ആർക്കും തടയാൻ കഴിയാതെ വെളിപ്പെടുത്തുന്ന പ്രത്യേക സമയം വന്നിരിക്കുക. വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഒന്ന് ദൈവത്തിന് മഹത്വം കരയറ്റാമോ? ചഞ്ചലിക്കരുത്, സംശയിക്കരുത്. അതിൻ്റെ നടുവിലും കൺഫ്യൂഷൻ്റെ നടുവിൽ കൺഫർമേഷൻ നൽകാൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്.
ചേർന്ന് നടക്കുന്നവൻ. നിന്റെ കുടുംബത്തിനകത്ത് നീ ഒറ്റയ്ക്കിരുന്ന് വേദനിക്കുന്ന, പരസ്പരം ചർച്ച ചെയ്യുന്ന, ഇതെന്തായിത്തീരും, ഇതിൻ്റെ എന്തായിത്തീരുമെന്ന് വേദനയോടെ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്തേക്ക് ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ചേർന്ന് നടക്കുന്നവൻ, അതിന് മറുപടി നൽകുന്നവൻ, സന്തോഷത്തോടെ നിങ്ങളെ തിരിച്ചു പുറപ്പെടുവിക്കുന്നവൻ. ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് ആനന്ദത്തോടെ തിരിച്ച് മടക്കി അയക്കുന്നവൻ. പ്രൈസ് ടു ജീസസ്. വേദനയോടെയാണ് എമ്മൗസിലേക്ക് വന്നതെങ്കിൽ തിരിച്ച് നീ പുറപ്പെടുന്നത് സന്തോഷത്തോടെയാ. ഇതിന് വിടുതലായി. കാരണം ചേർന്ന് നടക്കുന്ന, കരം പിടിക്കുന്ന, തെളിയിക്കുന്ന, നിന്റെ വിഷയത്തെ ഇന്ന് പകൽ കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക. മറ്റൊരു വ്യക്തിക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ, മറ്റൊരു മധ്യസ്ഥനും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങൂ. പ്രാർത്ഥന നിർത്തരുത്. ഇതാ ഒരുവൻ ചേർന്ന് വരുന്നു. തകർന്നു പോയ ചില കുടുംബങ്ങളെ പണിയുന്നാൻ, കൺഫ്യൂഷനായ ചില വിഷയങ്ങളെ കൂട്ടിച്ചേർക്കാൻ, ഇണങ്ങാത്ത ചില മനസ്സുകളെ യോജിപ്പിക്കാൻ, റൂട്ട് തെറ്റിപ്പോയ ചിലതിനെ കറക്റ്റ് റൂട്ടിലേക്ക് കൊണ്ടുവരാൻ ദൈവാത്മാ വ്യക്തമായി പറയുന്നു. ഇതെന്ത് ചെയ്യണം, ഇതെടുക്കണോ, ഇത് വേണ്ടയോ, ഇത് നടക്കണോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന വിഷയമല്ലേ സഹോദര? എന്ന് പകൽ ദൈവാത്മാ പറയുന്നു, പ്രിയ കുഞ്ഞെ, കുടുംബമേ, നിന്നോട് ചേർന്ന് നടന്ന സന്തോഷത്തോടെ ഒരു മടക്ക യാത്ര. നീ വേദനയോടെയാണ് എമ്മൗസിലേക്ക് വന്നത്. പക്ഷേ എമ്മൗസിനും സന്തോഷത്തോടെ നിൻ്റെ വിഷയത്തിനും മറുപടി നൽകി ചേർന്ന് നടക്കുന്നവൻ ചിലത് പുറത്തു കൊണ്ടുവരാൻ പോകുക, തെളിയിക്കാൻ പോകുക, ചിലതിനെ കൂട്ടിച്ചേർക്കാൻ പോകുക, യോജിപ്പിക്കാൻ പോകുക, ചിലതിനെ ഉറപ്പിക്കാൻ പോകുക. മറിയോട് സംസാരിച്ച അതേ ദൂതൻ യോസഫിനോട് സംസാരിച്ചതുപോലെ ചില കൺഫർമേഷൻ വരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവേ, ആ വിടുതൽ സംഭവിക്കുന്നതിന് സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമാകുന്നതിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നതിന് സ്തോത്രം. ദൈവ മഹത്വം വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. ചേർന്ന് നടക്കുന്ന കർത്താവ്, ഞങ്ങളുടെ നടുവിലുള്ള കർത്താവ്, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ അവരുടെ നടുവിലുണ്ട്. ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെടുന്നവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. പിതാവേ, അങ്ങേക്ക് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്ക് സ്തോത്രം. സകല ബഹുത്വം അങ്ങേക്ക്. യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ചോദ്യങ്ങളുടെയും ചഞ്ചലിക്കുന്ന വിഷയങ്ങളുടെയും എന്തായിത്തീരുമെന്ന് ഭയപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ചേർന്ന് നടക്കുന്ന ഒരുവൻ നിങ്ങളോട് കൂടെയുണ്ട്. അവിടുന്ന് ചിലത് തെളിയിക്കും, ചിലത് ഉറപ്പിക്കും, ചിലത് യോജിപ്പിക്കും. പ്രാർത്ഥനയ്ക്കും ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം നൽകാൻ പോകും. ഈ വചനങ്ങളാൽ അവിടുന്ന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തേശുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.